ഹലോ എവരി വൺ, മാച്ച് ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ചൂട് സമയമാണ്, ഇപ്പോൾ കുടിക്കാൻ പറ്റിയ നല്ല ഐസ് ടീയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആപ്പിൾ ഐസ് ടീ, വെറൈറ്റി ഐസ് ടീ ഞാൻ ഇട്ടിട്ടുണ്ട്, ബട്ട് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ടൊരു സോസ് പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം വെക്കുന്നുണ്ട്. ചൂടായി വരുമ്പോൾ തന്നെ അതിനകത്ത് 1/4 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാട് നേരം തിളയ്ക്കേണ്ട, തീ ഓഫ് ചെയ്തേക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി ചായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അത് നമുക്കൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. അരിച്ചെടുത്ത ചായ വീണ്ടും നമ്മൾ സോസ് പാൻ അടുപ്പത്തേക്ക് വെച്ച് ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർക്കുന്നത് കൽക്കണ്ടമാണ്. കൽക്കണ്ട ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് തേൻ ചേർത്ത് കൊടുത്താൽ മതി. ഷുഗർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഹെൽത്തി ടീ ആണ് കേട്ടോ, അതുകൊണ്ട്. പിന്നെ നമ്മൾ ഒരു ആപ്പിൾ ചെറുതായിട്ട് മുറിച്ച് ആ ചായയിലേക്ക് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കണം കേട്ടോ. ആപ്പിളിൻ്റെ സത്ത് മുഴുവൻ അതിനകത്തേക്ക് നമുക്ക് കിട്ടണം. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് 2 കഷ്ണം നാരങ്ങ കൂടി ഇട്ട് കൊടുക്കുക. നാരങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ ആപ്പിളിൻ്റെ സത്തൊക്കെ ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് നമുക്ക് ഉടച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുക. അരിച്ചൊഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഐസ് ടീ ഉണ്ടാക്കാനുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചൂടാറിയ ശേഷം അത് അരിച്ച് അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കത് സെർവ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുക, അതിനകത്തേക്ക് ഐസ് ടീ ആണല്ലോ, ലെമൺ ടീ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുതിനയില നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുതിനയില ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഐസ്, എത്രത്തോളം ഐസ് ഇടണോ അത്രയും ടേസ്റ്റാണ്. പിന്നെ ഐസ് ഇടുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ ടീ തിളപ്പിക്കുന്ന സമയത്ത് മധുരത്തിന് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ കൽക്കണ്ടം കൂടുതൽ ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സെർവ് ചെയ്യുന്ന സമയത്ത് ഹണി യൂസ് ചെയ്താലും മതി. അപ്പോൾ എനിക്ക് മധുരം വളരെ കുറവാണ്, അപ്പോൾ ആവശ്യത്തിനുള്ള കൽക്കണ്ടം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഹണി യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സൊക്കെ റെഡി ആയി കഴിഞ്ഞ ശേഷം ഒരിത്തിരി ലെമൺ കൂടി പിഴിഞ്ഞൊഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ലെമൺ പിഴിഞ്ഞൊഴിച്ച ശേഷം നമ്മൾ ആപ്പിളിൻ്റെ ടീ നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആപ്പിൾ ഐസ് ടീ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ടീ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ചൂട് സമയത്ത് കുടിക്കാൻ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ആപ്പിളൊക്കെ മേടിക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റൊക്കെ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം.